ഹലോ ഗായ്സ്, ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്ന വേറൊന്നുമല്ല. എനിക്ക് ലൈഫിലുണ്ടായ ഒരു ചെറിയൊരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനൊക്കെ ആദ്യം ഇത് ദൈവമല്ല, മറ്റേ പ്രേതമൊന്നുമില്ല, ഒക്കെ ഒരു അന്ധവിശ്വാസം. പ്രേതമില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ അനുഭവം എനിക്ക് ഹോസ്റ്റലിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. ഞാൻ പറയണത് വേറൊന്നുമല്ല, ദൈവങ്ങളെ പറ്റിയിട്ടാണ്. അതുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടാവില്ല, അങ്ങനെ ഒരു ഇതാണ്. വേറൊന്നുമല്ല, ഞാന് മറ്റേ ചെറുപ്പം തൊട്ടിട്ട് ഞങ്ങളെ വീടിന്റെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോവാറുണ്ട്. ഒരു ശിവന്റെ ക്ഷേത്രമാണ്. അപ്പൊ ആ ക്ഷേത്രത്തിൽ ഞാൻ ഡെയിലി അമ്പലത്തിൽ പോകലും തൊഴുകലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഡിഗ്രി വരെ അങ്ങനെ പോയിട്ടുണ്ട്, ഡെയിലി പോവാറൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എറണാകുളത്തേക്കാണ് വന്നത്. പിന്നെ എറണാകുളം വന്നിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ നാട്ടില് വന്നപ്പം പോവുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ പോവാതായി. ഒരു 3 വർഷം, 3 അല്ല 4 വർഷത്തോളം പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. തൊഴുകാനായാലും അങ്ങനത്തെ ഒരു കാര്യത്തിന് ഞാൻ പോയിട്ടില്ല. അപ്പോ എന്താണ്, ഒരു ദിവസം വെറുതെ എന്റെ മൈൻഡിൽ തോന്നി അമ്പലത്തിൽ പോയൊക്കെ അങ്ങനെ തോന്നി. അതായത് നമ്മളെ ഈ വിഷുവിന്റെ ആ ഒരു ടൈമില് അപ്പൊ ഞാൻ കരുതി അവിടെയൊക്കെ അമ്പലത്തിലൊന്ന് പോയൊക്കെ, കുറെ കാലായില്ലേ പോയിട്ട്. അപ്പൊ ഒരു അന്ന് എനിക്ക് എന്തൊരു വിഷമൊക്കെ ഉള്ളിലുള്ള ടൈമായിരുന്നു. അപ്പൊ എനിക്ക് എന്തായാലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് എന്റെ ആ വിഷമം കേൾക്കും, എനിക്കൊരു ആശ്വാസം അവിടെ പോയി കിട്ടൂ എന്നൊരു വിചാരത്തിൽ ഞാൻ അവിടെ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തു. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് ശനിയാഴ്ച പോവാന്നാണ്. അപ്പൊ ശനിയാഴ്ച പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തു. രാവിലെ പോണ്ട, രാവിലെ എനിക്ക് എണീക്കാൻ വയ്യ, മടിയായതുകൊണ്ട് ഞാൻ വേണ്ട, രാവിലെ പോണ്ട, വൈകുന്നേരത്ത് പോവാന്ന് ചെയ്തിട്ട്. ഞാൻ നോർമലി എപ്പോഴും വൈകുന്നേരമാണ് പോവാറ്, ഒരു 5:30 ആ ടൈമിലാണ് പോവാറ്. ആ അമ്പലം 5:45, ഒരു 6 മണിയുടെ ഉള്ളിൽ അമ്പലം അടക്കും. അപ്പൊ ഞാൻ ഒരു 4 മണി 4 മണിയായപ്പോ ഒരുങ്ങാൻ നിന്നപ്പോ എൻ്റെ ബ്രദറിന് തന്നെ ഒരു ഇഷ്യൂ വന്നു. അപ്പൊ ആ ഇഷ്യൂ വന്നപ്പോൾ വീട്ടിൽ ഇച്ചിരി ഒരു പ്രശ്നമായത് കൊണ്ട് അന്ന് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ കരുതി ഓക്കെ, കുഴപ്പമില്ല, നാളെ എന്തായാലും രാവിലെ എണീക്കുമ്പോ പോവാം, അങ്ങനെ മൈൻഡിൽ പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ രാവിലെ രാവിലെ എണീറ്റിട്ട് പോവാന്ന് വെച്ചിട്ട് ഞാൻ രാവിലെ 7 മണിക്ക് അമ്പലത്തിൽ എത്തണം, ആ ഒരു മൈൻഡിൽ. അപ്പൊ ഞാൻ 6 മണിക്ക് എണീറ്റ് കുളിക്കണം. ഞാൻ 6 മണിക്ക് അലാറം വെച്ചു, 6 മണിക്ക് പോവാന്ന് വെച്ചിട്ട്. ഞാൻ 6 മണിക്ക് പോകാൻ വേണ്ടി അലാറം വെച്ചപ്പോ അലാറം അടിച്ചപ്പോ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ ഉറക്കം, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ അലാറം ഓഫ് ആക്കിയിട്ട് ഒരു 6:10 കൊടുത്തു, ഒരു 10 മിനിറ്റ് ഉറങ്ങാന്ന് വേണ്ടിയിട്ട് ഞാൻ 6:10 അലാറം വെച്ചു. 6:10 അലാറം വെച്ചിട്ട് ഇതാന്ന് പറയുമ്പോൾ 6:10 അലാറം അടിച്ചു. എന്നിട്ട് ഞാൻ പിന്നെ ഓഫാക്കി. ഞാൻ ഒരു 6:30 ആ ഒരു ടൈമിൽ വെച്ചു. 6:30ക്കും വെച്ചിട്ട് ഞാൻ എണീറ്റില്ല. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു, 6:30യുടെ അലാറം അടിച്ചപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, ശരി കുഴപ്പമില്ല, വൈകുന്നേരത്ത് പോകാന്ന് മൈൻഡിൽ വെച്ചു. എന്തായാലും വൈകുന്നേരത്ത് പോകാം, അതായത് ശനിയാഴ്ച പോയില്ല, ഞായറാഴ്ചത്തെ കാര്യം പറയണേ. അപ്പൊ ഞായറാഴ്ച പോവാന്ന് വെച്ചു. അപ്പൊ ഞായറാഴ്ച വൈകുന്നേരത്ത് പോവാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ സെറ്റാക്കി. ഒരു 3 മണിയായപ്പോ, 3-3:30 ആ ഒരു ടൈം ആയപ്പോ ഞാൻ കുളിച്ചൊരുങ്ങിയിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇനി എന്ത് വന്നാലും എനിക്ക് അമ്പലത്തിൽ പോയേ പറ്റൂ, അങ്ങനെ ഒരു മൈൻഡ് വന്നു എനിക്ക്. കാരണം ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വരാൻ എന്തെങ്കിലും തടസ്സമാണോ, അതോ എനിക്ക് ആ ടൈം ആയിട്ടില്ല അവിടെ പോവാൻ, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നലെന്നപ്പോ ഞാൻ വിചാരിച്ചു പോവാം. ഇനിയിപ്പോ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ, എന്ത് സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാം, അങ്ങനെ തന്നെ ഞാൻ മൈൻഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 3:30 4 മണി വരെ ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല, പോവാൻ തന്നെ വെച്ച ആ ഒരു മൈൻഡിലായിരുന്നു. അതിനുശേഷം ഒരു 4:45 ഞാൻ അമ്മനോട് പറഞ്ഞു 5 മണിയാകുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോകും, അമ്മനോടും വരാൻ വേണ്ടി പറഞ്ഞു. കാരണം അവിടെ കുറച്ച് കാട് ഏരിയ ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ല. എന്നാലും എനിക്ക് കമ്പനിക്ക് ഒരാളെ വേണ്ടിയിട്ട് ഞാൻ ഇത് അമ്മനോട് വരാൻ പറഞ്ഞു. അപ്പൊ അമ്മ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടി നിന്നപ്പോ ആ ഒരു 4:30 ആയപ്പോ എന്റെ ഫോൺ ഞാൻ എടുത്തു. എന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കി. അപ്പൊ ഞാൻ ലോക്ക് തുറക്കുമ്പോൾ അത് ഓൺ ആവണില്ല. പിന്നെ ഞാൻ ലോക്ക് നോക്കി. അങ്ങനെ കുറെ വട്ടം ഇങ്ങനെ റോങ് ലോക്ക് അടിച്ചിട്ട് പിന്നെ അത് ഫിംഗറും വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഫിംഗർ യൂസ് ചെയ്തിട്ട് എന്റെ ഫോൺ ഓൺ ആക്കിയാൽ മതി. അപ്പൊ അതല്ല എന്റെ മൈൻഡിൽ വന്നത്. എന്റെ മൈൻഡിൽ വന്നത് ലോക്ക് തുറക്കാൻ വേണ്ടി. കാരണം ലോക്ക് തുറന്നപ്പോൾ മൊത്തം തെറ്റിപ്പോയി. കാരണം എന്റെ ലോക്ക് എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് ആ ലോക്ക് അറിയായിരുന്നു. കാരണം അതിന്റെ തൊട്ട് മുന്നേ വരെ ഞാൻ ആ ലോക്ക് തുറന്നു വെച്ചത്. പിന്നെ എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് ലോക്ക് ഓർമ്മ കിട്ടണില്ല. പിന്നെ ഫോണ് എന്താണ് 3 ദിവസം കഴിഞ്ഞാലോട് തുറക്കാൻ പറ്റിയ, അങ്ങനെയൊക്കെ വന്നു ലോക്ക്, അങ്ങനെയൊക്കെ എന്തോ സംഭവമായി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ദൈവമേ, എനിക്കിനി പോവാൻ യോഗല്ലേ, അതുകൊണ്ടാണോ ഇങ്ങനെ തടസ്സം എന്ന് എഴുതിയിട്ട് ഞാൻ കുറെ ശ്രമിച്ചു, എന്റെ സിസ്റ്റർ ശ്രമിച്ചു, ഒന്നും നടന്നില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ലോക്ക് മറന്നുപോയി, ഇനി ഒരു വഴിയില്ല, ലോക്ക് പൊട്ടിക്കേണ്ടി വരും, അപ്പൊ ഫോണിത്തെ എല്ലാം പോകും, ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ എന്തായിരുന്നു ലോക്ക് എന്ന്. ഞാൻ എത്ര എത്ര വട്ടം ആലോചിച്ചായിട്ട് എനിക്ക് ലോക്ക് ഓർമ്മ കിട്ടണില്ല.
പക്ഷെ എൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ ആ അടിച്ച ലോക്ക് കറക്റ്റാണ്, പക്ഷെ എങ്ങനെയല്ല ആ ലോക്ക് തെറ്റാണ്. അപ്പൊ ഞങ്ങളവിടുത്തെ ഒരു കുടുംബക്ഷേത്രം പോലെ ഒരു ഇതുണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശ്വരാ എന്റെ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ ഫോണൊന്നും സംഭവിക്കരുത്, കാരണം ഫോൺ നമ്മളെ ജീവനല്ലേ. അപ്പൊ എന്റെ ഫോണൊന്നും സംഭവിക്കരുത്, എനിക്ക് ആ ലോക്കൊന്ന് ഓർമ്മ തന്നെ. കുറെ നേരം കടന്നിട്ടും ഇരുന്നിട്ടൊക്കെ ഞാൻ ആലോചിച്ചു എന്ത് തേങ്ങയുടെ മൂടാണ് ഈ ലോക്ക്, എന്നിട്ട് കിട്ടില്ല. അപ്പൊ ഞാൻ ഇനി എന്തായാലും പോവാമെന്ന് വിചാരിച്ചു. എന്താ ഫോൺ കടയിൽ പോയി, ഞങ്ങള് നാട്ടിലടുത്ത് തന്നെ ഒരു ഫോൺ കടയിൽ പോയപ്പോ അവര് പറഞ്ഞു നാളേക്കുള്ളൂ കിട്ടുക, ഇന്ന് ശരിയാക്കാൻ പറ്റൂലെന്ന്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ അറിയണ ഒരു കട ഉണ്ട് മണ്ണാർക്കാട്, അപ്പൊ അവിടെ ചെന്നാ മതി, അവനൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയണത് ആയതുകൊണ്ട് സേഫ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് കടയിൽ ചെന്നിട്ട് ഫോണ് നോക്കിയപ്പോ അവര് നോക്കി, അപ്പൊ അവരിങ്ങനെ സിസ്റ്റം വഴി അത് ലോക്ക് പൊട്ടിക്കാൻ വേണ്ടി നോക്കി. അപ്പൊ അതിന്റെ ഇടയിൽ ആ വ്യക്തി വേറെ ആരെ വിളിക്കുമ്പോൾ ഐക്യൂന്റെ സെറ്റ് ആയതുകൊണ്ട് ലോക്ക് പൊട്ടിക്കുകയാണെങ്കിൽ അവരെ രീതിയിൽ പൊട്ടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ ഓൺലൈൻ വഴി പൊട്ടിക്കേണ്ടി വരും. അപ്പൊ എങ്ങനെയായാലും ഒരു 3000 രൂപ വരുമെന്ന്. ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി. ആ 3000 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ഇതാവും ഈശ്വരാ. അപ്പൊ ഭയങ്കര ടെൻഷനായി. എനിക്ക് ടെൻഷൻ കൂടിയ പിന്നെ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ പോലെയാണ്. അപ്പൊ ഞാൻ കരുതി, എന്നിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അത് ശരിയാവണേ ശരിയാവണേ, അവര് പൊട്ടിക്കുമ്പോ ശരിയാണേ, അവര് പൊട്ടിച്ച് ഇതാക്കുകയാണെങ്കിൽ നമുക്ക് 200 അല്ലെങ്കിൽ ഓൺലൈൻ വകയാണെങ്കിൽ എന്താ പറയാ നമ്മള് 3000 സംതിങ് രൂപ കൊടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ അവരെ നോക്കിയപ്പോ അത് സക്സസ് ആയി. അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമായി. എന്റെ ഈശ്വര, ഞാൻ അന്നിപ്പോ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് എന്റെ പുതിയ ഫോൺ ആയിട്ടുണ്ട്, എന്റെ എല്ലാ കോണ്ടാക്ട്സും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ പോയിരുന്നത് ഒരു ഭാഗ്യത്തിൽ ഞാൻ എല്ലാം മെയിൽ ഐ ഡിയിൽ സൂക്ഷിച്ചും കൊണ്ട് ഒരു പരിധി കോണ്ടാക്ട്സും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടി. പക്ഷെ ഞാൻ കുറെയൊക്കെ പോവുകയൊക്കെ ചെയ്തു. കുറെ ആപ്പുകൾ ഞാൻ എന്താ എന്റെ മെയിൽ ഐ ഡി ആയിട്ട് കണക്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതൊക്കെ പോയി. എന്നിട്ട് അതിനുശേഷം ഞങ്ങള് വീട്ടിലെത്തിയപ്പോ 9 മണി, നാലല്ല 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തണ 9 മണി. അപ്പൊ അപ്പൊ എന്റെ അമ്മയിലും പറഞ്ഞു യോഗ അല്ല തോന്നണു അങ്ങോട്ട് പോവാന്. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്നെ തോന്നുന്നു, എന്റെ മൈൻഡിലും അങ്ങനെ വന്നു. പിന്നെ എനിക്ക് ഇച്ചിരി വാശി കൂടുതൽ, എന്തായാലും പോയേ പറ്റും. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിച്ചാലും എന്ത് വന്നാലും ശരി, പിറ്റേ ദിവസം തിങ്കളാഴ്ച എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്, പോയേ പറ്റൂന്ന് വിചാരിച്ചു. ഞാൻ തിങ്കളാഴ്ച എന്തായാലും പോകും, അങ്ങനെ മൈൻഡിൽ വെച്ചു. എന്നിട്ട് അതേമാതിരി തിങ്കളാഴ്ച രാവിലെ പോകാന്ന് വിചാരിച്ചപ്പോ രാവിലെ എനിക്ക് എണീക്കാൻ പറ്റിയില്ല. അതെന്താ, ഞാൻ നോർമൽ രാവിലെ എപ്പോഴും 7 മണിക്ക് എണീക്കണ വ്യക്തിയാണ്. ഞാൻ ഹോസ്റ്റലിൽ അല്ല PG നിൽക്കണതുകൊണ്ട് എനിക്ക് രാവിലെ 7 മണിക്ക് എണീറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കാറുണ്ട്. സോ എനിക്കപ്പോ എണീക്കാൻ തോന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ദൈവമേ ഇനിയിപ്പോ ശരിക്കും എനിക്ക് പോവാൻ പറ്റണില്ലേ, എനിക്ക് യോഗയല്ലേ അങ്ങോട്ട് പോവാനെന്ന് എഴുതിയിട്ട് ഞാൻ രാവിലെ എണീറ്റില്ല. വൈകുന്നേരത്ത് പോവാന്ന് എഴുതിയിട്ട് ഞാൻ 4 മണിക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒരുങ്ങി നിന്നപ്പോ ഞങ്ങൾക്ക് 8:55 ട്രെയിൻ ആയതുകൊണ്ട് 5 മണിക്ക് ഞാൻ അമ്പലത്തിൽ പോയി 5:45 എത്തും. പിന്നെ പാലക്കാട് എത്തണം. അപ്പോൾ ഡിലേ ആവും എഴുതിയിട്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഞാന് തിരിച്ച് എറണാകുളത്ത് പോകുമ്പോ എൻ്റെ ഉള്ളിൽ ഭയങ്കര നമുക്കൊരു നഷ്ടം സംഭവിച്ച പോലെയൊക്കെ ഫീൽ ചെയ്തില്ല. ഇത്രയും ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടാ പോകാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എറണാകുളം എത്തിയപ്പോൾ എന്റെ മനസ്സ് മൊത്തം നാട്ടിൽ നിന്ന് എന്തുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ആ ഒരു സംഭവം ആലോചിച്ചിട്ട്. എന്നിട്ട് ഇവിടെ എറണാകുളത്ത് വന്നപ്പോ എന്തോ എന്താ പറയാ, എന്തൊരു ഭാഗ്യം പോലെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ട ഒരു എമർജൻസി കേസ് വന്നു. അപ്പോ അതായത് ഞാൻ ഇന്ന് വന്നു, അതിന്റെ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണോ പിറ്റേ ദിവസം അതിന്റെ വ്യത്യാസമല്ല, ഒരാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ആയപ്പോ എനിക്ക് തിങ്കളാഴ്ച നാട്ടിലെത്തേണ്ട ഒരു എമർജൻസി കേസ് ആയതുകൊണ്ട് എനിക്ക് പോകേണ്ട വന്നു. അപ്പൊ ഞാൻ എന്താട്ടി, ഞായറാഴ്ച രാവിലെ ട്രെയിൻ കയറി. ഞായറാഴ്ച രാവിലെ ട്രെയിൻ കയറിയിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോ ഒരു മണി അതിന്റെ ഒരു റൗണ്ടിൽ എത്തി. ഞാൻ അവിടെ എത്തിയിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു. അപ്പോൾ എന്റെ മൈൻഡിൽ എന്താണ്, ഇത്രയും തടസ്സങ്ങൾ വന്നതുകൊണ്ട് ഇനി വലിയ തടസ്സങ്ങൾ ഉണ്ടാവോ, പോവാൻ പറ്റൂലേ, അങ്ങനത്തെ ഒരു ഫീലായി. എന്നിട്ട് എന്തായാലും കുളിച്ചിട്ട് ഞങ്ങള് അമ്പലത്തിൽ പോയി. അപ്പൊ എന്റെ ഉള്ളിൽ അമ്പലം എത്തണവരെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എന്തെങ്കിലും തടസ്സം വരുമോ, പഴയതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട്
എങ്ങനെയൊക്കെ അമ്പലത്തിൽ. പക്ഷെ അന്ന് അന്ന് ആ ടൈമാ തോന്നുന്നു എനിക്ക് പോവാൻ യോഗ അല്ലത് എനിക്ക് തോന്നി. കാരണം അന്നെന്ന് പറയണ ഈ 38 ഞായറോ അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ദിവസമായത് കൊണ്ട് ആ സമയത്താണ് എനിക്ക് അവിടെ എത്തേണ്ട യോഗ ഉള്ളത് കൊണ്ടാണ് തോന്നുന്നു ഞാൻ അന്നാണ് ഞാൻ അവിടെ എത്തിയത്. അവിടെ ഞാൻ എത്തിയപ്പോ എനിക്ക് അന്ന് ആ അമ്പലത്തിലൊക്കെ തിരി കൊളുത്താനും കാർത്തിക ദീപം കൊളുത്താനും എനിക്ക് എന്താണ് കണ്ണ് നിറയെ പ്രാർത്ഥിക്കാനും അന്ന് എനിക്ക് പ്രത്യേകത ഒരു ഭംഗി തോന്നിട്ടോ എന്റെ ശിവഭഗവാനെ കണ്ടപ്പോ. ചിലർക്ക് ഇത് അന്ധവിശ്വാസം ഇതൊക്കെ എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചു വന്നപ്പോ നമ്മളൊരു തീരാ നഷ്ടം എല്ലാ സാധനം നമുക്ക് തിരിച്ചു കിട്ടൂല. എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ട് നമുക്ക് തിരിച്ചു കിട്ടൂല. ഇതേമാതിരി എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ ആയി. അപ്പൊ നിന്ന് നോക്കുമ്പോ അവിടെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും സാമ്പാറായിരുന്നു. ഇഡ്ഡലിയും സാമ്പാറും എനിക്ക് 4 ഇഡ്ഡലിയും സാമ്പാറും ചട്നി. എന്റെ വയറൊക്കെ നിറഞ്ഞ് ഞാന് മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് അങ്ങനെ ഒരു നല്ലൊരു ഇതായിട്ടാണ് ഞാൻ അപ്പൊ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ എത്ര ആഗ്രഹിച്ച് നടന്നോട്ടെ എനിക്ക് അപ്പൊ പോകാൻ പറ്റില്ല. പെട്ടെന്ന് തീരുമാനിച്ചപ്പോ പോവാന്ന് വിചാരിച്ച ആ ടൈം ആയിരിക്കും എനിക്ക് അവിടെ പോവാനുള്ള യോഗം. അങ്ങനെ ഞാൻ അവിടെ എത്തി. ഈ ഒരു അനുഭവം എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. പിന്നെ എന്താണ് എനിക്ക് പറയല്ലത്. സോ നിങ്ങൾ ഇത് എന്തർത്ഥത്തിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്കപ്പോ ഒരു മിറാക്കിൾ സംഭവിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ.